മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ 19-ാം ദിനവും അതിൻ്റെ അഴിഞ്ഞാട്ടം അങ്ങനെ തുടരുകയാണ്. എല്ലാ ബോക്സ് ഓഫീസിലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. വർക്കിംഗ് ഡേ ആണ് എന്നുള്ള പരിഗണനയൊന്നുമില്ല, മികച്ച രീതിയിൽ തന്നെ സിനിമ കുതിച്ചു പായുകയാണ്. കേരളത്തിൽ ഇതിനോടകം തന്നെ സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 33 കോടിയോളമാണ്. ഇന്നും മികച്ച രീതിയിൽ പോകുന്നു. ഇന്ന് ഇതുവരെ 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, അതായത് 20 ലക്ഷം രൂപയോളം ഇന്നത്തെ കളക്ഷനും വന്നിരിക്കുന്നു. സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് 18 ദിവസത്തെ കടന്നു ചെല്ലാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. ഒപ്പം നമ്മളുടെ അടുത്ത ലക്ഷ്യം 75,000 സബ്സ്ക്രൈബേഴ്സാണ്. അത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യവുമാണ്. എന്താണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഇന്നലെയും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്ന്. തമിഴ്നാട് ഒന്ന് ഉയരുന്ന കാര്യങ്ങൾ കണ്ടു. 23 ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് തിങ്കളാഴ്ച ലഭിച്ചിരിക്കുന്നത്. തെലുങ്കിൽ ഒരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 28 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. ഹിന്ദി സ്റ്റഡി ആയിട്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. 84 ലക്ഷത്തോളം രൂപയുമായി 1,73 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം, മലയാളവും കൂടി ഇൻക്ലൂഡ് ചെയ്തു വരുമ്പോൾ പറയുന്നത്. എന്തായാലും അത് മികച്ച രീതിയിൽ തന്നെ തുടരുകയാണ്. നമുക്കറിയാം ഒരു വർക്കിംഗ് ഡേ ആണ് എന്നുള്ള കാര്യം. ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം, മലയാളത്തിൽ നിന്ന് മാത്രമായി സിനിമ 46,70,00,000 രൂപയിലേക്ക് എത്തിയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്നു. അതുപോലെ തന്നെ ഹിന്ദിയിൽ 18 ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ 11 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 10,99,00,000 രൂപ എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തെലുങ്കിൽ 5,30,00,000 രൂപയിലേക്കും, തമിഴ്നാട്ടിൽ ഇതുവരെ 1 കോടി ടച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അത് 1,15,00,000 രൂപയിലേക്കും എത്തിയിരിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം 23 കോടിക്ക് മുകളിലേക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രമായി വരികയാണ്. അതായത് സിനിമയുടെ ഇന്ത്യ കളക്ഷൻ 70 കോടിയിലേക്ക് എത്തുന്നു. സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 100 കോടിയും കടന്ന് 110 കോടിയിലേക്ക് സിനിമ ചേക്കേറുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ സിനിമ മുന്നോട്ട് കുതിക്കുമ്പോൾ, വരുന്ന ശനി ഞായറോട് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു 120 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതിന് കാരണങ്ങൾ വേറെ ഒന്നുമല്ല, പല വിദേശ രാജ്യങ്ങളിൽ സിനിമയുടെ റിലീസുകൾ ചാർട്ട് ചെയ്യപ്പെടുന്നു. സിംഗപ്പൂരിൽ സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും സിനിമ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഒരു ലോങ് റൺ തന്നെ പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. ഉണ്ണിമുകുന്ദൻ തന്നെ ഇന്നലെ അപ്ഡേറ്റുകളിലൂടെ പറഞ്ഞിരുന്നു, വേറെ ഒന്നുമല്ല, OTTയിൽ വരുന്നു എന്നുള്ള വാർത്ത കാണുകയാണെങ്കിൽ അത് വ്യാജ വാർത്തയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു സിനിമ പ്രതീക്ഷിക്കുന്നത് ഒരു ലോങ് റൺ തന്നെയാണ്. ഒപ്പം ഈ ഒരു സിനിമ ഒരു തിയേറ്ററിക്കൽ വാച്ച് മെറ്റീരിയൽ ആണ് എന്നുള്ളത് ഉണ്ണിമുകുന്ദൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാളുകൾ കൂടെ തിയേറ്ററുകളിൽ ഈ സിനിമ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ലോങ് റൺ തന്നെയാണ്. ഇത് കൂടാതെ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും സിനിമയുടെ റിലീസുകൾ വരുന്നു. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത, മലയാളം ഇതുവരെ ഇറങ്ങാത്ത നാടുകളിൽ അടുത്ത് തന്നെ റിലീസുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു വാർത്ത അണിയറയിൽ നിന്ന് ഏകദേശം ഉറപ്പിച്ച് കിട്ടിയിരിക്കുന്നു. അത് നമുക്ക് വരാം. അത് ഉറപ്പ് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം. അല്ലാതെ സാധാരണ പല സിനിമകൾ ഇറങ്ങുമ്പോൾ പറയുന്നത് പോലെ ചൈനയിലെ റിലീസും ജപ്പാനിലെ റിലീസുമായിട്ട് നമ്മൾ വരുന്നില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.